രാവിലെ കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും ആ ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. രാത്രി എത്ര ലേറ്റായി കിടന്നാലും രാവിലെ നേരത്തെ നീക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇടങ്ങാറ് പിടിച്ച പണിയാണല്ലേ. അത് മിക്ക അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നേരത്തെ നീക്കുക എന്ന സംഭവം. ആ രാവിലെ 6 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് നല്ല ഉറക്കം കിട്ടുന്ന ടൈം കിട്ടാം. അപ്പോഴായിരിക്കും നീക്കാനും ആവും. അപ്പോൾ ഏതായാലും ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. സാധാരണ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുളിക്കാറ്. ഇപ്പം എന്തായാലും കർക്കിടക മാസമല്ലേ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ രാത്രിയൊക്കെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കാറുണ്ട് കേട്ടോ. ഞാൻ എത്ര ലേറ്റ് ആയാലും കഴുകി വെക്കാറുണ്ട്. ഇന്നലെ നമ്മുടെ ചോറിൻ്റെ പാത്രത്തിൽ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാത്രം ഇരുന്ന് കഴുകാണ്. കണ്ണനും നീട്ടിട്ടുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇതാ അവന് പുറത്ത് ചൂണ്ടലിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനോട് കാര്യങ്ങൾ ഇങ്ങനെ പറയാം കേട്ടോ. ചായയും കടിയൊക്കെ നമ്മൾ ഗ്യാസുമ്മ തന്നെയായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചോറും പിന്നെ കുടിവെള്ളമൊക്കെ നമ്മൾ അടുപ്പിലാണ് വെക്കാറ്. അപ്പോൾ ഇതാ ചോറും ഞാൻ ചായൻ്റെ കൂടെ തന്നെ ചോറും ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അടുപ്പ് ഇങ്ങോട്ട് കത്തി പിടിക്കാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് വിറകൊക്കെ ഒന്ന് ഇതായി കിടക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചായക്ക് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നൂൽപുട്ട് ഉണ്ടാക്കില്ലേന്ന്. അപ്പോൾ ഏതായാലും നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ മാവ് കുഴയ്ക്കാൻ ഭയങ്കര പാട് കേട്ടിട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. കൈ ഞാൻ ഊതി കൊടുത്തിട്ടൊക്കെയാണ് മാവ് കുഴയ്ക്കണത്. അപ്പോൾ കണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവനെ മൈദ കുഴച്ച് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നടക്കുക കേട്ടോ. ആദ്യം എനിക്ക് ഈ നൂൽപുട്ടിൻ്റെ മാവ് അങ്ങനെ സെറ്റായിട്ട് കിട്ടാറില്ല കേട്ടോ. കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല. എൻ്റെ കുഴക്കലിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷെ ഇപ്പം എന്തോ നന്നായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഈ പൊടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ കറക്കി എടുക്കാനും നല്ല സുഖമായിട്ട് കയ്യിനൊന്നും അധികം വേദന ഉണ്ടാവില്ല. ആദ്യമൊക്കെ കൈയൊക്കെ നല്ല കടച്ചിലെടുക്കും കേട്ടോ. ഇപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. വേഗം തന്നെ ഒക്കെ റെഡി ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യത്തെ സെറ്റ് കറക്കി എടുത്തതാ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ പിന്നെ അധികം ദോശയാണ് ഉണ്ടാക്കാറ് രാവിലെ. അതാവുമ്പോൾ എളുപ്പമാണ്. ജനറേറ്ററൊക്കെ പണിക്ക് പോകുന്ന ടൈമിലാവുമ്പോൾ നമുക്ക് വേഗം എളുപ്പപ്പണി അതായിരിക്കും. അപ്പോൾ അധികം അവർക്കായാലും അതാണ് ഇഷ്ടം. കണ്ണനായാലും ജനറേറ്ററായാലും ദോശയാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ സാധനം. എനിക്ക് നല്ല നെരിഞ്ഞ് നല്ല അമ്മ പണ്ട് പറയുന്നു എനിക്ക് ആകാശം കാണുന്ന ദോശ വേണമെന്ന്. അത് നല്ല ഓട്ടോട്ടായിട്ട് നല്ല നെരിഞ്ഞ് കിട്ടിയാലും ഞാൻ നല്ല ചൂടോടെ കഴിക്കും. പിന്നെ ഈ ദോശ ഇഷ്ടമാണ്. നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നൂൽപുട്ടിന് തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ കൂട്ടുന്നത്. വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് ഞാനും ജനേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിരവല്ല, ഇപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് എളുപ്പപ്പണി. അപ്പോൾ ഞാനും ജനേട്ടനോട് അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആളത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനത് കണ്ണന് കൊണ്ടുപോകാനുള്ള സോയാബീൻ പൊരിക്കാനുള്ള മസാല ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ കൂടെ നിന്ന് ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ആൾ കണ്ടറിഞ്ഞ് ചെയ്ത് തരാറുമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിരുന്നാൽ മതി, അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ നൂൽപുട്ടും നമ്മളെ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.